നമസ്കാരം സുഹൃത്തുക്കളെ, വളരെ ഫാസ്റ്റ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കടന്നു വരികയാണ്. ഇറാനിൽ നിന്ന് അമേരിക്കയുടെ F-15 ഈഗിൾ യുദ്ധവിമാനം ഇറാനിൽ വെടിവെച്ചു വീഴ്ത്തിയതായി റിപ്പോർട്ടുകൾ കടന്നു വരികയാണ്. ഇറാനുമായി യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് അമേരിക്കയ്ക്ക് ഇറാന്റെ മണ്ണിൽ വെച്ച് ഒരു യുദ്ധവിമാനം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ സമയം, പ്രാദേശിക സമയം 12 മണിയാണ്. ഇപ്പോൾ ഇത് ഒരുപക്ഷെ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഒരുപക്ഷെ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമായിരിക്കും. ഇപ്പോൾ പറയുന്നത്, ഒരു പൈലറ്റിനെ ജീവനോട് അമേരിക്ക കണ്ടെത്തി എന്ന് പറയുന്നു, ഇസ്രായേൽ കണ്ടെത്തി എന്ന് പറയുന്നു, രക്ഷിച്ചു എന്ന് പറയുന്നു. രണ്ടാമത്തെ പൈലറ്റ് ഇത് F-15 ഈഗിൾ, 2 പൈലറ്റുമാർ സഞ്ചരിക്കാവുന്ന യുദ്ധവിമാനമാണ്. ഒരു വെപ്പൺ സിസ്റ്റം ഓഫീസർ പുറകിലും മുമ്പിൽ പൈലറ്റും. അതിൽ പൈലറ്റും അല്ലെങ്കിൽ വെപ്പൺ സിസ്റ്റം ഓഫീസർ ആര് രക്ഷപ്പെട്ടു നമുക്കറിയില്ല. ഒരാളെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നു, രണ്ടാമത്തെ ആളിനു വേണ്ടി അന്വേഷിക്കുന്നു പറയുന്നു. മരിച്ചു, അതോ എയർക്രാഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുകയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നു പറയുന്നത്, ഒരുപാട് ചിത്രങ്ങളും വീഡിയോസും ഇറാനിൽ നിന്ന് പുറത്തു വരികയാണ്. ലോ ഫ്ലൈ അമേരിക്കയുടെ ബ്ലാക്ക് ഹോക്സ് ഹെലികോപ്റ്റർ, അതായത് ജീവനോടെ ആ പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടി ഇറാന്റെ വ്യോമിക അതിർത്തിയിൽ ഉള്ളിൽ കയറിക്കൊണ്ട് തീരെ ലോ ഫ്ലൈയിങ് ആയിട്ട് പറക്കുന്ന ഒരുപാട് വിമാനങ്ങളല്ല, ഹെലികോപ്റ്ററിന്റെ ചിത്രങ്ങൾ കടന്നു വരികയാണ്. ഇറ്റ്സ് വെരി പ്രോൺ. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മിഷനാണ്. ഏത് രാജ്യമായാൽ പോലും അവരുടെ പട്ടാളക്കാർ കുടുങ്ങിപ്പോയാൽ ഒരു ശ്രമം നടത്തും ജീവനോട് കണ്ടെത്താനായിട്ട്. അങ്ങനെ അമേരിക്കയുടെ വ്യോമസേന ശ്രമിക്കുന്നു, ഒരാളെ കിട്ടിയെന്ന് പറയുന്നു. ഇവിടെ അമേരിക്ക മാത്രമല്ല തപ്പിക്കൊണ്ടിരിക്കുന്നത്, ഇറാനും തപ്പുകയാണ്. ഇറാൻ അമേരിക്കയോട് ചോദിക്കുകയാണ്, ഞങ്ങൾ സ്റ്റോൺ ഏജ് ശിലായുഗത്തിലേക്ക് തിരിച്ചുപോയി എന്ന് അവകാശപ്പെടുമ്പോൾ ആ ശിലായുഗത്തിലെ കല്ലും കൊണ്ട് നിങ്ങൾ അമേരിക്കയുടെ F-15 ഈഗിളിനെ വീഴ്ത്തിയിരിക്കുന്നു. ആ പൈലറ്റിനെ കണ്ടെത്തുന്ന ഇറാൻ നിവാസികൾക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുന്നു. കണ്ടാൽ വെടിവെക്കണമെന്ന് ഒന്ന് ഉത്തരവിടുന്നു. അങ്ങനെ തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ പാരിതോഷികം, അതായത് രണ്ടുപേരും തപ്പുകയാണ്. അമേരിക്കൻ സർക്കാരും അതോടൊപ്പം തന്നെ ഇറാനിയൻ സർക്കാരും ഒരു പൈലറ്റിന്റെ പുറകെയാണ്. ഒരുപക്ഷെ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഡിസ്കഷൻ കിട്ടുമായിരിക്കും. പക്ഷെ സംഭവത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്, വിമാനത്തിൻ്റെതായിട്ടുള്ള അവശിഷ്ടങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. F-15 വിമാനത്തിന്റെ ടെയിൽപിന്നിന്റെ ഒരു ചിത്രം പുറത്തു വന്നിരിക്കുന്നു. ഒരു ഇജക്ഷൻ സീറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ക്രൂ, അല്ലെ ഇതിൽ രണ്ടുപേരുണ്ട്. അതിനർത്ഥം ഇജക്ഷൻ സീറ്റ് കണ്ടതിൽ വെച്ച് ഒരു പൈലറ്റ് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് നമുക്ക് പരിശോധനയ്ക്ക് അറിയാൻ സാധിക്കും. അദ്ദേഹം ആയിരിക്കും രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ആളിനെ പറ്റി ഒരു വിവരമില്ല. പക്ഷെ വിമാനം തകർന്നതിന്റെ വീഡിയോസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഇതെന്താണ് സംഭവം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവിടെ പറയാവുന്ന വിഷയം എന്ന് പറയുന്നത് ഇതിന്റെ സാധ്യതകളും ഭാവി അപകടങ്ങളും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, പുൽവാമയ്ക്ക് ശേഷം ശ്രീമാൻ നമ്മുടെ ഒരു പൈലറ്റ്, അത് പേര് ഞാൻ വിട്ടുപോയി, അദ്ദേഹം അവിടെ പാകിസ്ഥാനിൽ പെട്ടുപോയ നമുക്ക് അറിഞ്ഞതാണല്ലേ. മിഖോയ് തകർന്ന് അദ്ദേഹം അവിടെ പെട്ടുപോയി. അദ്ദേഹത്തിന് അവിടെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ സർക്കാർ ചർച്ചകളും ആരംഭിച്ച് വാഗ അതിർത്തിയിൽ അദ്ദേഹം കടന്നു പോകുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണ്? കാരണം ഇന്നും പാകിസ്ഥാൻ ഈ അടുത്ത കാലഘട്ടത്തിൽ പോലും നമ്മളെ കളിയാക്കുമായിരുന്നു. ചായ കുടിക്കുന്ന അദ്ദേഹത്തിന്റെ മീശയുള്ള ആ ഒരു ധീര ജവാന്റെ ചിത്രം കാണിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളെ കളിയാക്കുമായിരുന്നു. കെയ്സ ഹേ പാകിസ്ഥാൻ കച്ച എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മോക്ക് ചെയ്യാൻ, കളിയാക്കാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ഈ യുദ്ധം ക്രൂ അംഗങ്ങളോ ജീവനോടെ, രണ്ടാമത്തെ അംഗത്തെ ജീവനോടെ പിടിക്കുകയാണെങ്കിൽ അത് ഇറാന് വളരെ വലിയ സോഷ്യൽ മീഡിയ പ്രചാരണ വിജയമായിരിക്കും. അമേരിക്കയുമായി ഇനി നടക്കാൻ പോകുന്ന എന്ത് കരാറിലും ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെ ഈ ജീവനോടെ പിടിച്ചിരിക്കുന്ന പൈലറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന്റെ ദിശ ഏത് വശത്തേക്ക് മാറാം. ഒരുപക്ഷെ അമേരിക്ക അവിടെ അയക്കുന്നുണ്ട്, രക്ഷിക്കാനായിട്ട് സേനയെ അയക്കുന്നു. അതിലൊരു പക്ഷെ അതുപോലും വളരെ ഒരു ഡേഞ്ചറസ് മിഷനാണ്. കാരണം ഇത്രയധികം മിസൈൽസ് ഉള്ള രാജ്യത്തേക്ക് ലോ ഫ്ലൈയിങ് ആയിട്ട് കോമ്പാക്ട് ഒരു ബ്ലാക്ക് ബോക്സ് അയക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി. ഒരു പക്ഷെ തിരിച്ചടിക്കാം. അത് ഞാൻ പറയുന്നത്, ഈ യുദ്ധം എന്ന് പറയുന്ന ഇരു ദശയിലേക്കും പോകാം. കാരണം ഈ രക്ഷിക്കാൻ പോയ ബ്ലാക്ക് ഹോക്സിന് തീ പിടിക്കുക അല്ലെങ്കിൽ വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ ഏത് ഡയറക്ഷൻ ഈ വാർ പൊട്ടിപ്പുറപ്പെടും, അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് അത് വ്യാപിക്കും. അപ്പോൾ ഇതിന് വേറെ പോയിന്റ് എന്ന് പറയുന്നത്, അമേരിക്കയിലെ ജനങ്ങളുടെ ഒരു പ്രതികരണം. കാരണം നമ്മളെല്ലാവരും അറിഞ്ഞത് കണ്ടതാണ്, നമ്മുടെ പൈലറ്റ് അവിടെ പെട്ടപ്പോൾ നമ്മുടെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു ആ ധീര ജവാനെ കൊണ്ടുവരാൻ വേണ്ടി. ഇറ്റ്സ് എ മിഷൻ. എന്നാൽ പോലും ഒരു ക്രൂ പിടിക്കപ്പെട്ടാൽ ഒരു അമേരിക്കൻ പൈലറ്റിന് ഇതുവരെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ, എനിക്കൊന്ന് വിയറ്റ്നാം കാലഘട്ടത്തിലൊക്കെ പിടിക്കപ്പെട്ടിരിക്കാം, പക്ഷേ ഈ ഒരു സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒരു അമേരിക്കൻ പട്ടാളക്കാരനെ പിടിക്കപ്പെട്ട വീഡിയോ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ
ഈ പൂർണ്ണമായും ഈ ഒരു വീഡിയോ പുറത്തു വന്ന് അദ്ദേഹത്തെ ഇറാനിലെ ജനങ്ങൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹം തല്ലുന്നു, അങ്ങനെ അദ്ദേഹം അവരുടെ പിടിയിൽപ്പെടുന്ന ഒരു വീഡിയോ കടന്നു വന്നു കഴിഞ്ഞാൽ ഇരുവശത്തേക്കും പോകാം. കാരണം ഒരുപക്ഷെ ആളുകൾ പറയാം, ഇനിയൊരു പൂർണ്ണ യുദ്ധം ആയിട്ട് തിരിച്ചു വന്നാൽ മതി, കാരണം അമേരിക്കൻ പട്ടാളക്കാരനെ പിടിച്ചു, അവൻ ഒരു മരണപ്പെടാം, ആ ഒരു സാഹചര്യം പോകാം. വേറൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇതൊരു വേറൊരു ട്രെൻഡുമായി മാറും. ആളുകൾ പറയും, കണ്ടില്ലേ, നമ്മുടെ വി ലോസ് ലൈഫ്, നമ്മുടെ ഒരു ജവാന്മാർ മരണപ്പെട്ടിരിക്കുന്നു, ഈ യുദ്ധം അവസാനിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഇത് അമേരിക്കയിലോ ഈ പറയുന്ന ജവാന്റെ ചിത്രം പുറത്തു വന്നു കഴിഞ്ഞാൽ ഇത് ഏത് വശത്തേക്ക് വേണമെങ്കിലും പോകാം ഈ യുദ്ധം. ഒരു വശം എന്ന് പറയുന്നത് പൂർണ്ണമായി അവസാനിപ്പിക്കാൻ പറയും, രണ്ടാമത്തെ ആളുകൾ പറയും ഇത് വേണ്ട, അവസാനിപ്പിക്കുന്നു പറയുന്ന ഒരു സർക്കാരിന് വലിയൊരു തലവേദനയാണ്. അമേരിക്കൻ സർക്കാരിന്റെ ഭാഗത്തുള്ള ഔദ്യോഗികമായിട്ട് ഒരു അറിയിപ്പും കടന്നു വന്നിട്ടില്ല. ഇസ്രായേൽ അവകാശപ്പെടുന്നു രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ രണ്ടാമത്തെ പൈലറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ടും ഒരുമിച്ചായിരിക്കും റെസ്ക്യൂ മിഷൻ. കാരണം അടുത്തൊരു ഒരു ഒരു ഏകദേശം 2-3 കിലോമീറ്ററുകളുടെ വലിയ വ്യത്യാസത്തിലായിരിക്കാം ഇവർ റിജക്ട് ചെയ്ത് താഴെ കിടക്കാൻ സാധ്യത. അപ്പോൾ ഒരാൾ രക്ഷപ്പെട്ടെങ്കിൽ മറ്റാളും കൂടി രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് ഹീറ്റ് സെൻസർ ഉണ്ട്, അവർ എവിടെയാണെന്ന് അറിയാൻ സാധിക്കും. പക്ഷേ ഇതിന്റെ പ്രൊപ്പഗണ്ടയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് അമേരിക്ക ഇങ്ങനെയും പറയാൻ സാധിക്കും, കാരണം F-16 ആയിരിക്കാം. F-16 വൺ മാൻ ആണ്, വൺ ക്രൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്രൂ താഴെ പോയി രക്ഷപ്പെടുത്തി രണ്ടാമത്തെ ക്രൂവിന് വേണ്ടി ഇറാനികളെ തപ്പിക്കാനുള്ള പരിപാടി. നമുക്ക് മേ ബി ഏതോ ഡയറക്ഷൻ, ഇതൊരു ഫാസ്റ്റ് മൂവിങ് സ്റ്റോറിയാണ്. കാരണം വലിയൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല, ഒരുപാട് അറിയില്ല നമുക്ക് ആർക്കും. വരും സമയങ്ങളിൽ അറിയാൻ സാധിക്കും. പക്ഷെ എന്താണ് ഇതിന്റെ ഔട്ട്കം എന്താണോ, ഇത് വലിയൊരു ദിശ മാറ്റം ഉണ്ടാക്കും ഈ യുദ്ധത്തിൽ.